CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് പ്രാദേശിക പക്ഷപാതിത്വമെന്ന വിമർശനം. സംസ്ഥാന സമ്മേളനത്തിലെ പൊതുചർച്ചയിലാണ് സെക്രട്ടറിയിൽ കണ്ണൂർ പക്ഷപാതിത്വം ആരോപിച്ചത്. മുഖ്യമന്ത്രിക്ക് ശക്തമായ പിന്തുണ ലഭിച്ച ചർച്ചയിൽ മന്ത്രിമാർക്കെതിരെ വിമർശനം ഉയർന്നു. PSC അംഗങ്ങൾക്ക് സ്വർണ്ണക്കരണ്ടിൽ ശമ്പളം വാരിക്കോരി കൊടുക്കുമ്പോൾ ആശാ വർക്കേഴ്സിന്റെ സമരം മറന്നുവെന്നും പ്രതിനിധികൾ വിമർശിച്ചു. തിരുവനന്തപുരത്തു നിന്നുള്ള SK പ്രീജിയാണ് പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള പൊതുചർച്ച തുടങ്ങിവച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർട്ടിയെയും സർക്കാരിനെയും ശക്തമായി നയിക്കുമ്പോൾ അദ്ദേഹത്തിന് നേരെ വരുന്ന വിമർശനങ്ങളെ പ്രതിരോധിക്കാൻ മന്ത്രിമാർ എല്ലാവരും രംഗത്തിറങ്ങുന്നില്ല എന്നതായിരുന്നു തിരുവനന്തപുരം പ്രതിനിധിയുടെ വിമർശനം. സർക്കാരിനെ രാഷ്ട്രീയമായി പ്രതിരോധിക്കാൻ മന്ത്രിമാർ മുന്നിട്ടിറങ്ങുന്നില്ല എന്ന വിമർശനം മറ്റു ജില്ലകളിൽ നിന്നുള്ള പ്രതിനിധികളും ഏറ്റെടുത്തു. മുഖ്യമന്ത്രി വിമർശനങ്ങളെ ഒറ്റയ്ക്കാണ് നേരിടുന്നതെന്ന പരാമർശം വന്നപ്പോൾ സദസ്സിൽ നിന്ന് കയ്യടിയും ഉയർന്നു. മുഖ്യമന്ത്രിക്ക് കയ്യടി ലഭിച്ച പൊതുചർച്ചയിൽ പക്ഷേ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ രൂക്ഷമായ വിമർശനമാണ് നേരിട്ടത്. സ്വന്തം ജില്ലയായ കണ്ണൂരിനോട് പക്ഷപാതിത്വം കാണിക്കുന്നുണ്ട് എന്നതായിരുന്നു സംസ്ഥാന സെക്രട്ടറിക്കെതിരെ ഉയർന്ന വിമർശനം. മെറിറ്റും ക്വാളിറ്റിയും പറയുന്ന സെക്രട്ടറി സ്ഥാനമാനങ്ങൾ വീതം വയ്ക്കുമ്പോൾ ഇതെല്ലാം മറന്ന് കണ്ണൂരിനെ പരിഗണിക്കുന്നു എന്നതാണ് പത്തനംതിട്ടയിൽ നിന്നുള്ള CITU നേതാവ് PB ഹർഷകുമാറിന്റെ വിമർശനം. പാർട്ടി പദവികളിൽ കണ്ണൂരിന് സംവരണമുണ്ടോ എന്ന ചോദ്യം മറ്റു ജില്ലകളിൽ നിന്നും ഉയർന്നു. പാർട്ടി ഓഫീസിലും മന്ത്രിമാരുടെ ഓഫീസിലുമെല്ലാം കണ്ണൂരുകാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണെന്ന വിമർശനവും ഉയർന്നു വന്നു. ചില മന്ത്രിമാരുടെ പ്രകടനം മോശമാണെന്നും പ്രതിനിധികൾ വിമർശിച്ചു. രണ്ടാം പിണറായി സർക്കാരിലെ മന്ത്രിമാർ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നില്ല. വമ്പൻ പദ്ധതികളുടെ പിന്നാലെ പോകുന്ന സർക്കാർ തൊഴിലാളികളുടെ കാര്യം മറന്നുവെന്നും പ്രതിനിധികൾ വിമർശിച്ചു. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് കയർ തൊഴിലാളികൾക്ക് പരിഗണന ലഭിച്ചില്ല. തൊഴിലാളികൾ കെട്ടിപ്പടുത്ത പാർട്ടിയാണിതെന്ന് മറക്കരുതെന്ന് ആലപ്പുഴയിൽ നിന്നുള്ള PP ചിത്തരഞ്ജൻ MLA വിമർശിച്ചു. ആശാവർക്കർമാരുടെ സമരത്തെപ്പറ്റിയും പൊതുചർച്ചയിൽ വിമർശനങ്ങളുണ്ടായി. PSC അംഗങ്ങൾക്ക് സ്വർണ്ണക്കരടിയിൽ ശമ്പളവും ആനുകൂല്യങ്ങളും വാരിക്കോരി കൊടുക്കുമ്പോൾ ആശാവർക്കർമാർ സമരം ചെയ്യുന്ന കാര്യം സർക്കാർ മറന്നു. ആശാവർക്കർമാരുടെ സമരം രാഷ്ട്രീയ എതിരാളികൾ മുതലെടുക്കാൻ സാധ്യതയുണ്ടെന്നും പ്രതിനിധികൾ മുന്നറിയിപ്പ് നൽകി. ആശാവർക്കർമാർക്ക് പിന്നാലെ ശമ്പള കുടിശ്ശികയുള്ള അംഗൻവാടി ജീവനക്കാരും സമരത്തിലേക്ക് വരാൻ സാധ്യതയുണ്ടെന്നും പൊതുചർച്ചയിൽ പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടി. നേതാക്കളുടെ സമ്പത്തിന്റെ കാര്യം പരിശോധിക്കണം. പാർട്ടിയിൽ ചേർന്നു കഴിഞ്ഞ് ചിലർ സമ്പന്നരായിട്ടുണ്ടോ എന്നതിൽ പരിശോധന വേണമെന്നും ചർച്ചയിൽ ആവശ്യമുയർന്നു. തദ്ദേശഭരണ വാർഡ് വിഭജനത്തിൽ അപാകതകളുണ്ടെന്നും ചർച്ചയിൽ ചൂണ്ടിക്കാണിക്കപ്പെട്ടു. വാർഡ് വിഭജനം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിക്ക് കാരണമായേക്കാമെന്നും പ്രതിനിധികൾ മുന്നറിയിപ്പ് നൽകി. R. ശ്രീജിത്ത്, 24 കൊല്ലം.